യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ 7:5. यूहन्ना का सुसमाचार 7वां अध्याय उसके 5 आयत में ऐसा पढ़ते हैं, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അവന്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചില്ല. क्योंकि उसके भाइयों भी उस पर विश्वास नहीं करते थे. സഹോദരന്മാരെന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്ന് നമ്മളെല്ലാവരും സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. जो उनके भाई करके कहते हैं, आज इस प्लेटफॉर्म में इकट्ठा हो गया, हम सभी लोग भाई बहन लोग हैं. എന്നാൽ ഈ സഹോദരന്മാരുടെ കാര്യമല്ല, മാതാപിതാക്കൾക്ക് ജനിച്ച മക്കളായ സഹോദരന്മാരെന്നാണ് അവിടെ വായിക്കുന്നത്. लेकिन ये भाई बहन लोगों के बारे में यहाँ पर नहीं कहते हैं. जो माँ बाप का जन्म हो गया, जो साथ जन्म हो गया हुआ, उनके भाई बहन लोगों के बारे में कहते हैं. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചാണ് നമ്മൾ പല കാര്യങ്ങളും ദൈവം നമുക്ക് മറച്ചു വെച്ചിരിക്കും. क्योंकि कई सारे बातें परमेश्वर हमारे सामने छिपा के रखा है. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാ എന്ന് പറഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം മുഴുവൻ ദൈവത്തിൻ്റെതാണ്. अब्राहम से परमेश्वर ने कहा, मैं तुम्हें दिखाने वाले देश की और जाओ करके कहा है, तो फिर आगे का सब कुछ जिम्मेदारी परमेश्वर का है. എന്നാൽ അബ്രഹാമിന്റെ ഭാര്യ രാജാവിന്റെ കൊട്ടാരത്തിൽ പോകേണ്ടി വന്നു. लेकिन अब्राहम के पत्नी राजमहल में जाना पड़ा है. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് പറഞ്ഞു. എന്നാൽ ഇസ്മായേൽ ജനിക്കേണ്ടി വന്നു. अब्राहम को परमेश्वर ने बोला, मैं तुमको संतान दूंगा, लेकिन इस्माइल जन्म होने लगा. ചില കാര്യങ്ങൾ ദൈവമക്കൾക്ക് മറച്ചു വെക്കും. कुछ बातें परमेश्वर अपने बच्चों के लिए छुपा के रखते हैं. യിരെമ്യാവിനോട് പറഞ്ഞു, നിന്നെ ഞാൻ വിളിക്കുന്നത് ഇടിക്കാനും പൊളിക്കാനും പണിയാനും നശിപ്പിക്കാനും ഒക്കെ ഞാൻ വിളിക്കുന്നത്. यिर्मयाह से परमेश्वर ने कहा, मैं तुम्हें इसलिए बुलाया है, तोड़ने के लिए, बनाने के लिए, नाश करने के लिए, सब खत्म करने के लिए भी मैं तुमको बुलाया हुआ है. നമുക്ക് അങ്ങനെ ഒരു ശുശ്രൂഷ കിട്ടിയാൽ നമ്മൾ ഇവിടെ നിൽക്കത്തില്ല. हमको ऐसा वाला एक सेवकाई मिलेगा तो हम यहाँ पर नहीं रहेंगे. പക്ഷേ യിരെമ്യാവിന് വന്ന് ഭവിച്ചതെല്ലാം നേരെ എതിരായിട്ടാ വന്നത്. लेकिन यिर्मयाह को जो उनके जीवन में आया हुआ सब कुछ उनके विरुद्ध में आया है. എന്റെ അമ്മയെ നീ എന്നെ എന്തിനാ പ്രസവിച്ചെന്ന് ചോദിച്ച് നിലവിളിക്കാൻ തുടങ്ങി യിരെമ്യാവ്. यिर्मयाह ऐसा पुकारने लगा, ये माँ तू मुझे क्यों जन्म दिया करके रोने लगा. ദൈവം നേരിട്ട് വിളിച്ചിറക്കിയതാണ് യിരെമ്യാവിന്. परमेश्वर सीधा से उन्हें बुलाकर सेवकाई में उतरा है. പക്ഷേ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പ്രശ്നങ്ങൾ തന്നെയായി. लेकिन सेवकाई शुरू करने के समय उनके समस्या भी बढ़ने लगे. തന്റെ സ്വന്തം ദേശക്കാരായ അനാഥോത്തുകാര് യിരെമ്യാവിന് ശത്രുവായി. उनके खुद के देश के जो अनाथ के लोग हैं उनके विरुद्ध में खड़ा होने लगा. അവിടുത്തെ പുരോഹിതന്മാർ തനിക്ക് ശത്രുക്കളായി. वहां के याचक लोग उनके शत्रु बन गया. അവിടുത്തെ പ്രവാചകന്മാർ അവർ ശത്രുക്കളായി. वहां के भविष्यत वाला भी उनके विरुद्ध में हो गया. യിരെമ്യാവിനോട് സഹകരിച്ചു നിന്ന് രാജ്യത്തിന്റെ ഭരണം സുഖമായി പോകത്തക്കവണ്ണം യിരെമ്യാവിനെ സഹായിക്കേണ്ടിവരെല്ലാം യിരെമ്യാവിന് പ്രതികൂലമായി മാറി. राज्य आगे जाने के लिए यिर्मयाह के साथ खड़े होने वाला जो लोग था, उन लोग भी उनके विरुद्ध में खड़ा होने लगा. ഇവിടെ നമ്മൾ വായിച്ചത് യേശുവിന്റെ സഹോദരന്മാർ യേശുവിന് ശത്രുക്കളായി. यहाँ पर हम जो पढ़ा है, यीशु मसीह के भाई लोग उनके विरुद्ध में उनके शत्रु बन गए. ഒരു വീട്ടിൽ ഒരു കന്യകയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. एक घर में एक कुंवारी थी. ആ പെൺകുട്ടിയോട് ഒരു ദൈവത്തിന്റെ ദൂതൻ വന്ന് പറഞ്ഞു, നീ ഗർഭിണിയാകും, മകനെ പ്രസവിക്കും, അവൻ അത്യുന്നതന്റെ പുത്രനാണ്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. उस कन्या कुंवारी से जो स्वर्गदूत आके कहा है, तुम गर्भवती होंगे, तू एक बच्चों को जन्म देंगे, ऐसा करके कुछ बातें उन्हें समझाया. എന്നാല് അവളോട് പറഞ്ഞ കാര്യമാണ് വീട്ടിൽ ആരോടും പറഞ്ഞില്ല, മറ്റാരോടും ദൈവദൂതൻ പറഞ്ഞിട്ടില്ല. लेकिन उनसे जो स्वर्गदूत ने कहा है उस बात तो हम उनके घर के किसी से भी नहीं बोले. അവരുടെ അപ്പനോടോ അമ്മയോടോ മറ്റാരോടും പറഞ്ഞില്ല. നിങ്ങളുടെ വീട്ടിൽ വളരുന്ന പുരുഷനെ അറിയാത്ത നിന്റെ മകള് ഗർഭവതി എന്നുള്ള കാര്യം ആരോടും പറഞ്ഞില്ല. हमें उस जो कुंवारी है उसके घर में उनके माँ बाप या भाई बहन लोग किसी से भी स्वर्गदूत नहीं बोला है, तुम्हारा बेटी ऐसा गर्भवती होने वाली है, पुरुष को नहीं जाना हुआ, वो गर्भवती होने वाली है करके वो घर का किसी को नहीं बताया. അപ്പോൾ യോസേഫിന് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്തത് മാത്രമേ ഉള്ളൂ, വിവാഹം നടന്നിട്ടുമില്ല. जोसेफ के साथ जो मंगनी हुआ है, लेकिन शादी तो नहीं हुआ है.
യോസേഫിനോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, നീ അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നു, അവളെ ചേർത്തുകൊള്ളുക, അവളിൽ ഉൽപാദിതമാകുന്ന ദൈവപുത്രനാണെന്ന് പറഞ്ഞു. स्वर्गदूत ने जोसेफ से कहा, तूने जो रहस्य में अपने पत्नी को छोड़ने के लिए तुम योजना कर रहा है, लेकिन उनका द्वारा उत्पन्न होने वाला जो प्रजा पवित्र है, तुम उसको स्वीकार करो. അപ്പോൾ ആ കാര്യം യോസേഫിന്റെ മാതാപിതാക്കളോടോ സഹോദരങ്ങൾ ആരോടും പറഞ്ഞില്ല. वो बात भी जोसेफ के भाई बहन लोगों से या उसके माँ बाप से ये बातें स्वर्गदूत नहीं बोला है. അപമാനം സഹിക്ക വയ്യാതെ വന്നപ്പോൾ അവര് രണ്ടുപേരും വീട് വിട്ടിറങ്ങി. जैसा निंदा सह नहीं सकते हुई अवस्था में वो दोनों अपने घर छोड़ के निकला. ഈ കൊച്ചു പെൺകുട്ടിയുമായിട്ട് ഗർഭവതിയായ ഈ മറിയയും കൂട്ടിക്കൊണ്ട് യോസേഫ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ये जो कुंवारी थी वो गर्भवती हो गई ही, उनको लेकर जो जोसेफ अपने घर छोड़ के निकल जा रहा है. കാരണം വീട്ടിലെ കലഹങ്ങളും ദേശത്തെ അപമാനങ്ങളും സഹിക്ക വയ്യാതെ വന്ന് അവരിറങ്ങിപ്പോയി. क्योंकि घर के जो हालत बिगड़ गया हुआ है और देश के निंदा सह नहीं सकता है, इसी कारण देश छोड़ के निकल गया है. നമുക്കൊന്ന് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. മറിയയുടെ മാതാപിതാക്കളോടോ യോസേഫിന്റെ മാതാപിതാക്കളോടോ ഇവളിൽ ഉൽപാദിതമാകുന്നത് ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ അവരെ പൊന്നുപോലെ വീട്ടിൽ സൂക്ഷിക്കും. आमेन. हम सोच सकता है कि या जोसेफ के परिवार से और मरिया का परिवार से जो अगर स्वर्गदूत कहता, परमेश्वर कहते हैं ये इनके द्वारा उत्पन्न होने वाला जो प्रजा है परमेश्वर के पवित्र प्रजा है, ऐसा अगर बताएगा तो उन लोग अपने घर में उनको सुरक्षित रीत से रखते थे. അവർക്ക് പിന്നെ എന്തോ ആ താമരം മുമ്പോട്ട് കൊടുക്കാനോ പിന്നെ എന്തൊക്കെയാ കൊടുക്കുന്നത്, എല്ലാ സംരക്ഷണയും ഇവർക്ക് കിട്ടിയിരിക്കും വീട്ടില്. हमें उनको और क्या क्या संरक्षण देना है, क्या क्या सुख देना है, वो सब कुछ उनको घर से मिलते थे. ഡോക്ടർമാരും പറയും അനങ്ങരുത്, പൂർണ്ണ ബെഡ് റെസ്റ്റിലായിരിക്കണമെന്ന് പറയും. डॉक्टर लोग भी ऐसा ही कहेंगे, तुम हिलना भी नहीं, संपूर्ण बेड रेस्ट लेना है. പക്ഷേ ഈ വിവരങ്ങളൊന്നും ദൈവം തമ്പുരാൻ മറ്റാരോടും പറഞ്ഞില്ല. लेकिन ये कोई भी बातें परमेश्वर और किसी से भी नहीं कहा है. അങ്ങനെയാണ് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. वैसा ही ये दोनों अपना घर छोड़ के जा रहा है. അങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം വന്നപ്പോൾ लूका का सुसमाचार 2रा अध्याय आने के समय ഇന്നുള്ളതുപോലെ തന്നെ അന്നും ദേശമെല്ലാം പേർ വഴി ചാർത്തണം എന്ന് പറഞ്ഞാൽ സെൻസസ് എടുക്കണം, അതിനുവേണ്ടി അവരവരുടെ ഗ്രാമങ്ങളിൽ ചെല്ലണമെന്ന് പറഞ്ഞു. आमेन. अभी जो हो रहा है वैसा ही उसी समय हुआ है कि जो सेंसस लेता है, जो जनगणना लेता है, उसी के लिए अपना अपना गांव में जाने के लिए कहा. അപ്പോൾ അങ്ങനെ യോസേഫും മറിയയും തന്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നു. तो जोसेफ और मरिया अपना देश में वापस आया. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ 2रा अध्याय उसके 5वां आयत हम पढ़ने के समय യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി. അതായിരുന്നു അവരുടെ ദേശം. कि अपने मंगोतर मरिया के साथ जो गर्भवती थी नाम लिखवाने के लिए अपने देश में चले गया. അവിടെ 6-ാം വാക്യത്തിൽ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. में जो यहूदिया में दाऊद के नगर बेतलहम में जो गया है, वहां पर रहने के समय उनको जो बच्चा जन्ने के दिन पूरी हुई. നമ്മളൊന്ന് ചിന്തിച്ചേ, ഒരു കൊച്ചു യൗവനക്കാരത്തി കൂടെ ഇങ്ങനെ പോകുമ്പോൾ 9 മാസം ഇവരിങ്ങനെ അലഞ്ഞു വാടക വീട് തേടി നടക്കുകയാ. जरा सोच के देखिए, छोटी सी लड़की और जवान लड़का है, ये दोनों 9 महीना से एक एक घर ढूंढते ढूंढते चलते रहता है. ഇന്നത്തെ കാലമാണെങ്കിൽ പോലീസ് കേസെടുക്കും. आज का समय है तो पुलिस उसका ऊपर जो केस बनाता था. അങ്ങനെ അവർ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴി അമ്പലത്തിൽ അവൾക്ക് സ്ഥലമില്ലാകിയാൽ പശുത്തൊഴുത്തിൽ കിടത്തി. और वह अपने पहलौठा पुत्र जनी और उसे कपड़ा में लपट कर चरनी में रखा, क्योंकि उनके लिए जो सराय में जगह ना थी. എന്നാൽ ഇവൻ ദൈവപുത്രനാണെന്ന് യോസേഫിന്റെ വീട്ടുകാരും മറിയയുടെ വീട്ടുകാരും അറിഞ്ഞിരുന്നു എങ്കിൽ കിട്ടാവുന്ന സംരക്ഷണകൾ മുഴുവൻ കിട്ടുമായിരുന്നു.
ये जन्म हो गया अगर परमेश्वर का पुत्र है करके वो जोसेफ का मरिया का परिवार जानता है तो उन्हें मिलने वाला सारे संरक्षण वहां पर मिलते थे। അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇത് ദൈവപുത്രനാണെന്നുള്ളത് യോസേഫിനും മറിയയ്ക്കും അല്ലാതെ ആർക്കും അറിയത്തില്ല. मैं और एक बार कहता हूं कि ये जो परमेश्वर का पुत्र है करके जोसेफ और मरिया के सिवा और कोई नहीं जानते हैं। അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ അറിയാവുന്ന ദേശത്തിലെ ആട്ടിടയന്മാരെ അറിയിച്ചു ദൈവം. आमीन। उसके बाद परमेश्वर ये बातों को वहां के जो चरवाहा लोगों को प्रकट कर दिया। അത് കഴിഞ്ഞ് പണ്ഡിതന്മാരായ ജ്ഞാനികളായുള്ളവരെ ദൈവം അറിയിച്ചു. उसके बाद परमेश्वर जो पंडित लोग थे जो ज्ञानी है उन्हें बताया ये बातें। അപ്പോൾ 4 കൂട്ടർ ഇപ്പൊ അറിഞ്ഞു ഇത് ദൈവപുത്രനാണെന്നുള്ളത്. अभी ये 4 झुंड ये बातों को जाना है कि ये परमेश्वर के पुत्र है। ഇങ്ങനെ 2-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ऐसा ही लूका 2 अध्याय उसके 28 आयत हम पढ़ने के समय 22 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. 22 आयत से हम पढ़ने के समय हम ऐसा देखते हैं कि वहां ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്, അമ്മയുടെ ശുദ്ധീകരണ കാലം കഴിയുമ്പോൾ കടിഞ്ഞവരാകുന്ന ആണൊക്കെയും യഹോവയ്ക്ക് വിശുദ്ധമെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവിന് അർപ്പിക്കാൻ കുഞ്ഞുമായി ദൈവാലയത്തിലേക്ക് അവർ വന്നു. हमें व्यवस्था में जैसा लिखा है मूसा ने उसी के अनुसार मूसा की जो व्यवस्था के अनुसार उनको शुद्ध होने का दिन पूरी हो तो वे उसे यरूशलेम में ले आए कि प्रभु के सामने लाए। അത് ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 12-ന്റെ 1 മുതല് लेविया के किताब जो 12 का 1 से वहां पर लिखा हुआ है। അമ്മയുടെ ശുദ്ധീകരണ കാലം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ആൺപിള്ളാര് ജനിച്ചാൽ 41 ദിവസം അശുദ്ധരായിരിക്കണം. अगर जो माँ के शुद्धिकरण बोलेगा तो अगर लड़का जन्म होएगा तो 41 दिन वो अशुद्ध होके रहना पड़ता है। പെൺപിള്ളാരാണ് ജനിക്കുന്നെങ്കിൽ 82 ദിവസം അശുദ്ധരായിരിക്കണം. अगर लड़की जन्म होएगा तो हमें 82 दिन 82 डेज हमें वो अशुद्ध होके रहना है। അത് കഴിഞ്ഞിട്ടാണ് ഒരു കുറുപ്രാവിനെയോ ആട്ടുകൊരുതിനെയും കൊണ്ട് ദൈവാലയത്തിൽ ശുദ്ധീകരണത്തിന് വേണ്ടി യാഗം കഴിക്കാൻ കൊണ്ടുവരേണ്ടത്. उसकी बात या एक कबूतर को नहीं तो एक बकरी के बच्चों को लेकर जो शुद्धिकरण के लिए आना चाहिए। അപ്പോൾ ആട്ടുകുട്ടിക്ക് വകയില്ലായ്ക കൊണ്ടെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. यहाँ पर लिखा है उनको जो बकरी लेने के लिए पैसा नहीं था, इसी कारण അവര് ഒരു കുറുപ്രാവുമായിട്ട് ദൈവത്തിന്റെ ആലയത്തിലേക്ക് വന്നു. परमेश्वर के भवन में एक कबूतर को लेके आया है। അവിടെ യെരൂശലേം ദേവാലയത്തിൽ ഒരുപാട് പിള്ളേരെ ഇതുപോലെ കർത്താവിനെ അർപ്പിക്കുന്നുണ്ട്. यरूशलेम मंदिर में बहुत सारे बच्चों को ऐसा परमेश्वर के सामने अर्पण करते हैं। അതുകൊണ്ടാണ് വേർപെട്ട സഭകളിൽ കുഞ്ഞിനെ ദൈവത്തിന് അർപ്പിക്കാൻ ദൈവാലയത്തിലേക്ക് ഇന്നും കൊണ്ടുവരുന്നത്. इसलिए जो हमें पेंटेकोस्ट या ऐसा विश्वासी लोगों के कलीसिया में बच्चों को समर्पण करने के लिए लेके आता है। അത് വന്ന് കുഞ്ഞിനെ പ്രതീക്ഷിക്കാൻ കൊണ്ടുവരുമ്പോ തലയിരിക്കുന്ന ഒരു റിബണൊക്കെ കെട്ടിയാ ഇപ്പൊ കൊണ്ടുവരുന്നത്, റിബൺ കെട്ടി. हाँ, अभी जो ऐसा बच्चों को समर्पण करने के लिए लेके आता है सिर पे ऐसा एक रिबन बांध के लेके आता है। സഹോദരിമാര് ഗർഭിണികളാകുമ്പോ വയറ്റത്ത് റിബൺ കെട്ടി ഇങ്ങനെ നടക്കുന്ന ഒരു സംഭവം പെന്തക്കോസ്തുകാരുടെ ഇടയിലും ഉണ്ട്. हाँ, जो बहन लोग गर्भवती होने के समय ही अभी बहन लोग के जैसा पेट के ऊपर से रिबन बांध के घूमते हुए एक अवस्था पेंतकोस्त में हो गया। അത് ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയാലും ജാതീയ ആചാരം വിടുന്നില്ല എന്നുള്ളതാണ് അവിടെ. मगर हमें परमेश्वर की आराधना के बारे में नहीं जानते हुए जातीय आराधना के जो रीति रिवाज है। അപ്പോൾ ഈ 41 ദിവസം കഴിഞ്ഞാണ് ഈ യേശുവുമായിട്ട് യോസേഫും മറിയയും ദൈവാലയത്തിൽ വന്നിരിക്കുന്നത്. 40 दिन के बाद ये जोसेफ मरिया बच्चों को लेकर परमेश्वर के भवन में आया है। അവിടെ 27-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. 27 आयत में ऐसा पढ़ता है, ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ട് ചെന്നപ്പോൾ जो व्यवस्था के अनुसार करने के लिए माँ बाप उस बालक को भीतर लेके आया है। അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. मगर आमीन बच्चों को हाथ में लेकर परमेश्वर की महिमा की। അപ്പോൾ ശിമയോൻ പ്രാർത്ഥിക്കുകയാണ്, ഇപ്പോൾ നാഥാ എന്നെ സമാധാനത്തോടെ വിട്ടയക്കണമെന്ന് പറഞ്ഞു.
तो वहां पर शिमयोन प्रार्थना करता है, स्वामी अब तो अपने दास को अपने वचन के अनुसार शांति से विदा करता है। വളരെ വയോധികനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നു എന്നാണ് വായിക്കുന്നത്. മശിഹായെ കണ്ടിട്ട് താൻ മരിക്കൂ എന്നുള്ളതായ ഒരു വലിയ ചിന്താഗതി തന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. वह बहुत बुजुर्ग हो गया है, लेकिन परमेश्वर की आत्मा उनके ऊपर था। परमेश्वर की आत्मा उन्हें बताया है तो मसीहा को देखने के बिना ये दुनिया से नहीं जाएंगे। उस हमें वचन उनके ऊपर था, इसलिए वहां पर उनके हाथों में ये बच्चों को दे दिया। എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ വിചാരം ഉണ്ടായിരിക്കണം. എന്റെ കാലത്ത് തന്നെ മശിഹ വരും, അല്ലെങ്കിൽ എന്റെ മശിഹ വരുന്നത് വരെ എന്നെ ദൈവം സുരക്ഷിതമായി സൂക്ഷിക്കുമെന്ന വലിയ വിശ്വാസത്തോടെ യാത്ര ചെയ്യണം. आमीन। मेरा आवाज सुनने वाला ये विश्वास के साथ यात्रा करना चाहिए कि मेरा समय में मसीहा आएगा, नहीं तो मसीहा आने का तक मुझे सुरक्षित रीति से संभाल के रखेंगे। ये विश्वास के साथ, इस आशा के साथ हम आगे बढ़ना है। ഒരുപാട് കുഞ്ഞുങ്ങളെ ദൈവാലയത്തെ പ്രതീക്ഷിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. बहुत सारे बच्चों को परमेश्वर के भवन में प्रतिष्ठा करने के लिए ले आता है। അവരോട് ആരോടും ദൈവം പറഞ്ഞില്ല. എന്നാൽ ശിമോനോട് പറഞ്ഞു, നീ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന മശിഹ ഈ പുത്രനാണെന്ന് പറഞ്ഞു. उन किसी से भी अगर परमेश्वर ऐसा नहीं बोला है, लेकिन शिमयोन से एक बात कहा है कि तू जो अभी तक इंतजार करके बैठा है जिस बच्चा के लिए, उसी बच्चा यही है। അപ്പോൾ ശിമോനോട് പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ശിമോനെ നീ പൊയ്ക്കോ, കാത്തിരിക്കുന്ന കുഞ്ഞാ ദൈവാലയത്തിൽ വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. तो शिमयोन से परमेश्वर ने ये कहा, शिमयोन तुम जाओ, तुम जिसके लिए इंतजार कर रहा है वो बच्चा परमेश्वर के भवन में आ गया है। അവിടെ ശിമോൻ ചില കാര്യങ്ങൾ പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. शिमोन वहां पर कुछ बातों को कहते हुए उन्हें आशीर्वाद देता है। ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. क्योंकि मेरी आंखों ने तेरे उद्धार को देख लिया है, जिससे तू सब देशों के लोगों के सामने तैयार किया है, कि वह अन्य जातियों को प्रकाश देने के लिए जाति और तेरे निज लोग इस्राएल की महिमा हो। അന്ന് ശിമോൻ പ്രവചിച്ച പ്രവചനമാണ്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള നിന്റെ രക്ഷയാണ് ഈ ദൈവപുത്രൻ എന്നുള്ളത്. उसी दिन जो शिमयोन ने जो भविष्यवाणी किया है, अन्य जातियों को प्रकाश देने के लिए, जो उन्हें उद्धार के लिए ले आने के लिए, तो जन्म हो गया वो प्रभु यीशु मसीह। ആ രക്ഷകനാണ് എന്റെയും നിങ്ങളുടെയും രക്ഷകൻ. उस उद्धार करता परमेश्वर है, मेरा और आपका उद्धार करता। അപ്പോൾ ഈ ശിമോനോടും ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, അതാണ് രക്ഷകൻ എന്നുള്ളത്. इस शिमोन से भी परमेश्वर की आत्मा कहा है, ये है उद्धार करने वाला। അതിനുശേഷം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 35वां आयत में ऐसा लिखा हुआ है, ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. आमीन। आशेर के गोत्र में जो हन्ना नामक एक फनुएल की जो बेटी भविष्यवंत व्यक्ति थी, അവൾ കന്യകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം ജീവിച്ചു. वह बुढ़ी थी और विवाह होने के बाद 7 वर्ष अपने पति के साथ रह पाई थी। അപ്പോൾ ആ സ്ത്രീയെ 7 വർഷം ഭർത്താവിനോടുകൂടെ ജീവിച്ചിട്ട് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ട് പിരിയാതെ. हमें उनके बारे में ये कहता है कि वह 7 वर्ष अपने पति के साथ रहा और 84 जो साल तक उसने विधवा होकर परमेश्वर के भवन में प्रार्थना करते हुए, परमेश्वर के भवन छोड़ के नहीं जाते हुए परमेश्वर के भवन में रहा। അപ്പോൾ അവിടെ വളരെ വയോധികയായ ആ സ്ത്രീ കാത്തിരിക്കുകയാണ് മശിഹായെ കാണാൻ വേണ്ടി. हमें वह बहुत बुढ़ी थी, लेकिन वो यीशु मसीह के लिए वह इंतजार करके बैठा है। അവർക്കും വെളിപ്പെട്ടു ഇത് ദൈവപുത്രനാണെന്ന്. उनको भी प्रकट हो के अवगम परमेश्वर जो वेलिपट्टु प्रकट कर दी,
उनको भी परमेश्वर प्रकट कर അപ്പോൾ दिया है कि ये യോസേഫിന് കർത്താവ് परमेश्वर का पुत्र है। വെളിപ്പെട്ടു. യോസേഫിന് വെളിപ്പെട്ടു, हमें योसेफ को परमेश्वर प्रकट कर दिया, മറിയയ്ക്ക് വെളിപ്പെട്ടു, मरिया को प्रकट कर दिया, ആട്ടിടയന്മാർക്ക് വെളിപ്പെട്ടു, चरवाहों को प्रकट कर दिया, ജ്ഞാനികൾക്ക് വെളിപ്പെട്ടു. ज्ञानी लोगों को प्रकट कर दिया। ഇപ്പോൾ വയോധികനായ ശിമോന് വെളിപ്പെട്ടു. इको अभी जो जो बुजुर्ग है शिमोन को प्रकट कर दिया। ഇപ്പൊ അത് കഴിഞ്ഞ് ഈ ഫനുവേലിന്റെ മകളായ ഹന്ന എന്ന് പറഞ്ഞ പ്രവാചിക്ക് വെളിപ്പെട്ടു. अभी जो फनुएल की बेटी जो हन्ना है भविष्य करने वाला, उनको भी प्रकट हो गया। ഇത്രയും പേർക്ക് വെളിപ്പെട്ടിട്ടും ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്ക് വെളിപ്പെട്ടില്ല. इतने लोगों को प्रकट होने के बावजूद भी वहां पर परमेश्वर के भवन में सेवा करने वाला याजक लोगों को ये बातों को प्रकट करके नहीं मिला है। അന്നത്തെ പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടില്ല. उस समय का भविष्य वक्ताओं को भी प्रकट नहीं मिला है। യോസേഫിന്റെ വീട്ടുകാർക്ക് വെളിപ്പെട്ടില്ല. जोसेफ का परिवार को यह प्रकाशन नहीं मिला हुआ है। മറിയയുടെ വീട്ടുകാർക്ക് വെളിപ്പെട്ടില്ല. मरिया के परिवार को यह प्रकाशन नहीं मिला हुआ है। എന്നാൽ ഒരു സംഭവം അവിടെ ഉണ്ടാകുകയാണ്. लेकिन एक संभव वहां पर हो रहा है। യോസേഫിനും മറിയയ്ക്കും പിന്നെ മക്കൾ ജനിക്കുകയാണ്. जोसेफ और मरिया को और भी बच्चे लोग जन्म हो रहा है। യാക്കോബ്, യോസേ, യൂദാ, ശിമോൻ എന്ന 4 സഹോദരന്മാർ യേശുവിന് ജനിച്ചു. याकूब, यूदा, शिमोन, ऐसा जो उनको और 4 भाई लोग जन्म हो गया यीशु मसीह को। അവർക്ക് സഹോദരിമാരും ജനിച്ചു. उनको बहन लोग भी जन्म हो गया। അവർക്ക് സ്വന്തം പട്ടണവും സ്വന്തം വീടും അവർക്കില്ല. उनको खुद का जो शहर और खुद का घर नहीं है। യോസേഫിനെ കുറിച്ച് പറയുന്നത് കാർപ്പൻറ്റർ പണി ചെയ്ത് നടക്കുകയാണ്. आज जो उनका यीशु मसीह के बारे में बोला है, वो कारपेंटर का काम कर रहा है। അപ്പനെ സഹായിച്ചവര് ഈ 5 സഹോദരന്മാർ, യോസേഫും മറിയയും 5 പുത്രന്മാരും അവരുടെ പുത്രിമാരും കൂടെ ഒരു നല്ല വെൽ സെറ്റപ്പിലാ കഴിയുന്നത്. हम जोसेफ और मरिया और ये 5 जो लड़का लोग है और जो उनके बेटी लोग है, इन लोग मिलके अच्छा एक अवस्था में जी रहा है। നല്ല സമാധാനമായ കുടുംബജീവിതം, अच्छा शांति से रखने वाला एक पारिवारिक जीवन। എല്ലാവരും അധ്വാനിച്ച് കുടുംബം പോറ്റുന്നു. हमें सब लोग उसे काम करके सुधार के काम करके परिवार को संभाल रहा है। ഞാൻ പറയുന്നത് യേശു ഭൂമിയിലായിരുന്നപ്പോൾ ആ യേശുവിന്റെ കുടുംബത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. यीशु मसीह से दुनिया में रहने के समय उनका परिवार में जो हो रहा है उस विषय के बारे में मैं कह रहा हूँ। ഈ ആനന്ദവും സന്തോഷവും ഉടയാൻ പോവുകയാ. ये आनंद और खुशी वहां पर टूट जाने वाला है। അപ്പോൾ കർത്താവ് ദൈവാലയത്തിൽ പോയി ദൈവവചനം പറയാൻ അവരോടുകൂടെ ഇരുന്നു. तो परमेश्वर के भवन में जाके परमेश्वर के वचन बोलने के लिए परमेश्वर उनके साथ रहा। അപ്പോൾ അവിടെ ചെന്ന് മറിയയും യോസേഫും തിരിച്ചു കൊണ്ടുവന്നു. मरिया और जोसेफ यीशु मसीह को वापस लेके आया। അത് കഴിഞ്ഞ് 30ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാനമേറ്റു. के बाद जो 30 उम्र में യോഹന്നാൻ बपतिस्मा देने वालों के हाथों से यॉर्दान नदी में उसने बपतिस्मा लिया। അപ്പോൾ 30 വയസ്സിന് താഴെയുള്ളവരാണ് 4 സഹോദരന്മാരും സഹോദരിയരും 30 വയസ്സിന് താഴെയുള്ളവരാ. तो यीशु मसीह के जो भाई बहन लोग हैं 30 उम्र से भी नीचे है। ഏത് കുടുംബത്തിലും മൂത്ത പുത്രന്മാർക്കാണ് കുടുംബ ഭാരങ്ങൾ മുഴുവനും. कोई भी घर हो, वो घर के जो बड़ा बेटा है वो है घर का सारे जिम्मेदारी लेते हैं। യേശു സ്നാനമേറ്റു. यीशु मसीह बपतिस्मा लिया। സ്നാനമേറ്റപ്പോൾ പ്രശ്നം ആരംഭിക്കാൻ തുടങ്ങി. बपतिस्मा लेने के बाद वहां समस्या शुरू हो गया। ആദ്യം പ്രശ്നം തുടങ്ങിയത് പിശാചിനാലാണ്. हमें पहले जो समस्या शुरू हो गया है शैतान के द्वारा। പിശാചിനെ വിളിച്ചെടുത്തൊക്കെ കർത്താവ് പോയി എന്നാണ് വായിക്കുന്നത്. പിശാച് വിളിച്ചെടുത്തെല്ലാം കർത്താവ് പോയി. जो शैतान ने जगह जगह बुलाया है वहां पर यीशु मसीह गया है। മലയുടെ മുകളിൽ കൊണ്ടുപോയി, പിന്നെ ഗോപുരത്തിന് മുകളിലൊക്കെ കൊണ്ടുപോയി. എന്നാൽ 3 പരീക്ഷയും ന്യായപ്രമാണത്തിൽ നിന്നായിരുന്നത് കൊണ്ട് 3 പരീക്ഷയും ന്യായപ്രമാണത്തിൽ തന്നെ യേശു ജയിച്ചു. उनको पहाड़ के ऊपर लेके गया और मंदिर के चोटी पर लेके गया और जहां जगह लेके गया वहां पर 3 परीक्षा उनके जीवन में आया। तीनों परीक्षा व्यवस्था के अनुसार होने के कारण व्यवस्था के द्वारा यीशु मसीह जीत लिया।
യേശു അങ്ങനെ പരീക്ഷിതനായി പരീക്ഷ ജയിച്ചിറങ്ങിയപ്പോ മുതൽ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. यीशु मसीह ऐसा जो परीक्षा पार करके बाहर आ गया तो उनके जीवन में समस्या शुरू हो गया। അവരുടെ ശത്രുക്കളുടെ നെഞ്ചത്ത് തറയ്ക്കത്തക്ക വചനം അങ്ങോട്ട് പറയാൻ തുടങ്ങി. क्योंकि उनके शत्रुओं के छाती पर लगने वाला वचन को बोलने शुरू किया। അത് മഹാപുരോഹിതന്മാരെയും അന്നത്തെ പ്രമാണിമാരെയും ശാസ്ത്രിമാരെയും കേട്ട് ഒതുക്കാൻ വേണ്ടിയുള്ള വചനങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. उस समय का महायाजक लोग और शास्त्री फरीसी लोगों को सब दिल में लगने वाला जो वचन को बोलने शुरू किया। ദൈവാലയത്തിനകത്ത് എന്ന് കുഷ്ഠരോഗികളെയും കൈവരണ്ടവരെയും ഒക്കെ സൗഖ്യമാക്കാൻ തുടങ്ങി യേശു. परमेश्वर के भवन में जाके वहां पर कोड़ी के बीमारी लोग और सूखे हाथ वाला उन सभी को परमेश्वर चंगा करने शुरू किया। അന്ധന്റെ കണ്ണു തുറക്കുന്നത് കണ്ടു. अंधों के आंख खुलने लगा। അവരെ മശിഹായ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കാത്തിരുന്നവരെല്ലാം മശിഹ വന്നപ്പോൾ ശത്രുവായി തീർന്നു. जो मसीहा के लिए इंतजार करके बैठा था उन लोग सब मसीहा आने की बात उनके शत्रु बन गया। കാരണം പുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും കയ്യിലില്ലാത്തതൊന്നാണ് യേശു ചെയ്യുന്നത്. क्योंकि जो वहां के याचक लोग शास्त्री लोग हैं उन लोग उसके हाथों में नहीं है, उन लोग नहीं कर सकते हुए काम यीशु मसीह कर रहा। അവരൊരു കുഷ്ഠരോഗിയെ സൗഖ്യം വരുത്തിയില്ല. उन लोग एक कोड़ी की बीमारी को चंगाई नहीं दिया। അവരൊരു കൈവരണ്ടവരെ സൗഖ്യമാക്കിയില്ല. उन्होंने सूखे हाथ वाले को चंगाई नहीं दिया। സൗഖ്യമാക്കുന്ന ഒരുവൻ വന്നതാണ് അവരെ ചൊടിപ്പിക്കാൻ കാരണം. चंगाई करने वाले एक व्यक्ति आ गया है, वो है उनको उनका दिल में ज्वलन आ गया। ഇനിയും അവനെ ഒതുക്കണമെന്നുള്ളത് അടുത്ത പ്ലാന്. किसी അവനെ ഇല്ലായ്മ, യേശുവിനെ ഇല്ലായ്മ വരുത്തണം, അതാണ് അവരുടെ പ്ലാന്. യേശുവിനെ ഇല്ലായ്മ വരുത്തണം, അതാണ് അവരുടെ പ്ലാൻ. यीशु मसीह को खत्म करना है, वो है उनका योजना। അപ്പോ അങ്ങനെ പദ്ധതി തയ്യാറാക്കി, പക്ഷേ അവരുടെ പദ്ധതികളെല്ലാം പൊളിയുകയാണ്. ऐसा उन्होंने योजना बनाया लेकिन उनके सारे योजना तोड़ दिया है। അങ്ങനെ ഇരിക്കുമ്പോൾ മലയുടെ മുകളിൽ കൊണ്ടുപോയി തെള്ളിയിട്ട് കൊല്ലാൻ അവർ പദ്ധതി തയ്യാറാക്കി. इस समय में उन्हें पहाड़ के ऊपर से नीचे गिराकर मर डालने के लिए योजना बनाया। ആ അവസരങ്ങളൊക്കെയും ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വന്നപ്പോൾ യേശുവിന്റെ അനിയന്മാരെ വിളിച്ചു വരുത്തി. അവര് हमें इसी अवस्था में उन्हें गिरा नाश करने के नहीं हो गया है तो उनके साथ वालों को बुला दिया। ഈ അനിയന്മാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് പാരമ്പര്യമുള്ളവരാ, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചതല്ല എന്ന് പറഞ്ഞ് ഈ സഹോദരന്മാരുടെ ഹൃദയത്തിനകത്ത് ഈ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും വിദ്വേഷം കുത്തിവെച്ചു. जैसे हमें उनके भाई लोगों को बुलाकर याचक और फरीसी लोग बुलाकर बोला, हम जो व्यभिचार की संतान नहीं है इसलिए तुम लोग हमें यीशु से अलग होने के बारे में बोलकर यीशु मसीह के बारे में उनके भाई लोग के हृदय में जो हमें जो गुस्सा डाल दिया, उनका विरोध करने लगा। അപ്പൊ യേശുവിനെയും യേശുവിന്റെ അനിയന്മാരെ തമ്മിൽ തെറ്റിക്കാൻ തുടങ്ങി. तो यीशु मसीह को उनके भाई लोगों से अलग करना शुरू किया। അവിടെ പറയുന്നത് അവന്റെ സഹോദരന്മാർ അവരിൽ വിശ്വസിച്ചില്ല എന്നാ. यहाँ पर हम पढ़ते हैं उनके भाई लोग उनके ऊपर विश्वास नहीं किया। നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ കലഹമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. हमारे परिवार में भी ऐसा एक बात हुआ है तो हमें झगड़ा होना वो साधारण रीति से है। അപ്പൊ ഈ അനിയന്മാരോട് പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠൻ ജനിച്ചത് പരസംഗത്താൽ ജനിച്ചതാണെന്ന് പറഞ്ഞു. तो उनके छोटे भाई लोगों से कहा, तेरा भाई ने जो जन्म लिया है वो गलत रीति से जन्म लिया है। അപ്പോൾ മനസ്സിലാക്കിക്കോ, യേശു തമ്പുരാൻ ദൈവപുത്രനാണെന്ന് ഈ യോസഫിന്റെ മറിയുടെ മക്കൾക്ക് പോലും അറിയത്തില്ല. तो यीशु मसीह परमेश्वर के संतान है करके ये जोसेफ मरिया को जन्म लिया हुआ उनका भाई लोग भी नहीं जाना। ദൈവം തമ്പുരാൻ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. परमेश्वर ऐसा कई सारे लोगों के विषयों को छुपा के रखता है। അങ്ങനെയാണ് നമ്മൾ 7-ാം അധ്യായം യോഹന്നാൻ 7-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. क्योंकि यूहन्ना सुसमाचार 7वां अध्याय 5वां आयत में हम ऐसा पढ़ा है, क्योंकि उसके भाइयों भी उस पर विश्वास नहीं करते थे। അപ്പോൾ അവരെ വിശ്വാസം ഇല്ലാതാക്കിയത് അവിടുത്തെ ഭരണകൂടമാണ്. उनके अंदर को जो विश्वास करने के लिए नहीं दिया हुआ वहां के शासकीय लोग हैं। അതിന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്.
നടന്നുകൊണ്ടിരിക്കുകയാണ്. वो आज भी हमारा भारत के देश में हो रहा है। അതുകൊണ്ടാണ് നമ്മുടെ ആലയങ്ങളൊക്കെ ഇവന്മാർ തല്ലി പൊളിച്ചു കളയുന്നത്. इसलिए हमारे आराधनालय को इन लोग तोड़ देते हैं। എന്നാൽ പ്രതികരിക്കാൻ നമ്മുടെ ദൈവം തമ്പുരാൻ എഴുന്നേറ്റിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ മാധ്യമത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. लेकिन परमेश्वर उनके विरुद्ध काम करने के लिए खड़ा हो गया करके आज हम माध्यम के द्वारा देख रहा है। സങ്കീർത്തനക്കാരൻ പറഞ്ഞ യഹോവേ എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ എന്ന് പറഞ്ഞു. भजन संगीत वाला ऐसा कहता है, ये परमेश्वर आप कितना देर करते हैं हमारे ऊपर तरस का। ദൈവജനം പ്രാർത്ഥിച്ചാൽ മതി, സഹതാപം തോന്നുന്ന സമയത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. परमेश्वर के लोग केवल प्रार्थना ही करिए, आप परमेश्वर हमारे ऊपर दया करने का समय आ चुका है। എന്നാൽ യേശു ക്രിസ്തുവിനെ അവന് ക്രൂശിന്മേ കയറ്റി. लेकिन यीशु मसीह को उन लोग क्रूस पर चढ़ाया। പ്രവാചകൻ പറഞ്ഞതായിരുന്നു, അടികൊണ്ട് ഒഴുകുന്ന രക്തത്താൽ നിങ്ങൾക്ക് വിമോചനവും രോഗശാന്തിയും ഉണ്ടെന്ന് പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞതാണ്. भविष्यवक्ता ने ऐसा भविष्यवाणी किया है, उनके जो मार खाने से बहते हुए लहू के द्वारा तुम्हें उद्धार है, छुटकारा है, चंगाई है करके बोला है। അവന്റെ അടിപ്പിണരുകളോ നിങ്ങൾക്ക് സൗഖ്യം വന്നു എന്നാണ് പറഞ്ഞത്. उनके कोड़े खाने से तुम चंगे हो गया है करके कहा है। കർത്താവ് ക്രൂശിന്മേൽ തൂങ്ങി കിടക്കുമ്പോൾ प्रभु यीशु मसीह जब क्रूस पर लटकाए जाने के समय യേശു തമ്പുരാൻ മറിയെ മുന്നോട്ട് വിളിച്ചു. यीशु मसीह मरिया को आगे बुलाया। യോഹന്നാനെ വിളിച്ചു. के बाद यूहन्ना को भी बुलाया। യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞു. यूहन्ना से कहा, यह है तेरे माँ। മറിയോട് പറഞ്ഞു, ഇതാ നിന്റെ മകനെന്ന് പറഞ്ഞു. मरिया से कहा, देखो यह तेरा बेटा है। ആ നാഴിക മുതൽ അവൻ അവളെ വീട്ടിൽ കൈക്കൊണ്ടു. उसी समय से उसने मरिया को अपने घर में ले लिया। ഈ നാലനിയന്മാരെ കൊണ്ടുപോയി. ये 4 भाई लोग कहाँ गया है? ആരെ ഏൽപ്പിക്കാതെ യോഹന്നാനെ ഏൽപ്പിച്ചു. हमें ये किसी के भी हाथों में नहीं सौंपे हुए यीशु मसीह जो यूहन्ना के हाथ में मरिया को सौंप दिया। അത് മാത്രമല്ല, യേശുവിന്റെ മരണത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. हमें केवल ये नहीं है, उनके परिवार में बहुत सारे चिन्ह चमत्कार होने लगा। ആ അത്ഭുതങ്ങളും അടയാളം കാണുന്നത് മാത്രമല്ല, 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. केवल वो चिन्ह चमत्कार नहीं है, तीसरा दिन यीशु मसीह जी उठा है। കർത്താവ് 40 ദിവസത്തോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ടിരുന്നു. 40 दिन तक चेलों को प्रकट करते रहा। അങ്ങനെ ആ മർക്കോസിന്റെ മാളയമുറി ഇരിക്കുമ്പോൾ ഈ യേശുവിന്റെ അമ്മ മറിയയും ഈ യോസേഫരെല്ലാം ഈ ആ മക്കളും കൂടെ ചെന്നു അവിടെ കാത്തിരിപ്പ് യോഗത്തിന്. हमें जैसे मरकोस के कमरा में यीशु मसीह मरकर जी उठ के स्वर्ग जाने के बाद जो हमें जोसेफ के जो जन्म हो गया, वो बच्चे लोग और मरिया, इन लोग सभी लोग जो मरकोस के कमरा में जाके प्रार्थना में लगी रखा। അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവൻ സാധാരണക്കാരനല്ലായിരുന്നു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് മനസ്സിലായി. तभी उनको मालूम पड़ा हुआ है, ये साधारण व्यक्ति नहीं है। फरीसी और शास्त्री लोग इनके बारे में हमें भड़काया है, हमें दूर कर दिया है करके उन्हें मालूम पड़ा है। മാളിക മുറിയിൽ അവർ ഒന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിച്ചു. मरकोस के कमरे में उन लोग एक साथ बैठ के आराधना किया। അവര് കർത്താവിന് ശിഷ്യന്മാരായി മാറി. എന്ന് പറഞ്ഞാൽ 12 പേരല്ലാത്ത ശിഷ്യന്മാരായി മാറി. लोग यीशु मसीह का चेला बन गया, जो 12 लोगों के नहीं है, दूसरा चेला बन गया है। അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗലാത്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. वैसा रहने के समय गलातियों का पत्र 1 अध्याय उसके 18 आयत में वैसा पढ़ते हैं, ശൗൽ എന്ന് പറയുന്ന ഒരുത്തനെ ദമസ്കോസിന്റെ പടിക്കൽ വെച്ച് ദൈവം തമ്പുരാൻ അടിച്ച് താഴെയിട്ടിരുന്നു. हमें शाऊल करके एक व्यक्ति को दमस्कोस में परमेश्वर ने मार के नीचे गिराया है। ആ ശൗലിന് ദൈവം തമ്പുരാൻ സ്നാനമേറ്റു തന്നെ അറബിയിലേക്ക് പറഞ്ഞു വിട്ടു. वो शाऊल हमें बपतिस्मा लेकर उसको हमें जो उस देश के अंदर भेज दिया है। അറബ് ദേശത്ത് പോയി 3 വർഷം ദൈവം തമ്പുരാൻ നേരിട്ട് ബൈബിൾ പഠിപ്പിച്ചു. अरब देश में उन्हें 3 साल तक परमेश्वर के वचन उन्हें सिखाते रहा। അതാണ് ഗലാത്യർ 1:18 വായിക്കുന്നത്. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി.
आमीन। इसलिए यहाँ पर लिखा है फिर हमें 3 बरस के बाद मैं कैफा से भेंट करने के लिए यरूशलेम को गया। ആ യെരൂശലേമിൽ ചെന്നപ്പോഴാണ് 15 ദിവസം അവരോടുകൂടെ പാർത്തു എന്ന് വായിക്കുന്നത്. हमें उस यरूशलेम में जाने के समय वहां पर 15 दिन यरूशलेम में रहा उनके साथ। അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 19वां आयत में ऐसा लिखा है कि 19-ായത്, हाँ, എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ മറ്റ് വേറെ ആരെയും കണ്ടില്ല. वहां पर लिखा है परंतु प्रभु के भाई याकूब को छोड़ और प्रेरितों में से किसी से ना मिला। യേശുവിന്റെ സഹോദരന്മാര് വിശ്വസിച്ചില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചപ്പോൾ यूहन्ना का सुसमाचार 7वां अध्याय में हम पढ़ा है यीशु मसीह का भाई लोग यीशु पर विश्वास नहीं किया। ഇവിടെ നമ്മൾ വായിക്കുന്നു, യേശുവിന്റെ സഹോദരനായ യാക്കോബിനെ മാത്രമല്ലാതെ മറ്റാരെയും കണ്ടില്ല. यहाँ पर हम देखते हैं यीशु मसीह के जो भाई याकूब के सिवा और किसी को भी नहीं मिला। ഞാൻ പറയുന്നതിന്റെ ഒരു താല്പര്യം ഇങ്ങനെയാണ്, मैं बोलने का एक मतलब है कि നമുക്ക് ദൈവകൃപ ഉണ്ടാകുന്നു, ദൈവകൃപ വർദ്ധിക്കുന്നു എന്ന് കണ്ടാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തവരാണ് നമുക്ക് ശത്രുക്കളായി മാറുന്നത്. हम परमेश्वर के अनुग्रह में आगे बढ़ते जाने के समय हमारे ऊपर परमेश्वर के अनुग्रह रहने के समय हम जो नहीं सोचता है उन्हीं लोग हमारा शत्रु बन जाते हैं। ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ശത്രുക്കളാവും, शायद हमारे माँ बाप हमारा शत्रु बन सकता है, ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ സഹോദരന്മാർ ശത്രുക്കളാവും, शायद हमारा घर के भाई बहन लोग हमारा शत्रु बन सकता है, ചിലപ്പോൾ നമ്മൾ കൂടെ നടക്കുന്ന പ്രസ്ഥാനം നമുക്ക് ശത്രുവാവും. शायद हम साथ में जो चलता है हमारा जो संस्था है हमारा विरुद्ध शत्रु बन सकता है। എന്നാൽ നമ്മൾ വസിക്കുന്നതായ ദൈവത്തിന്റെ കൃപയെ നാം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ച പ്രതികൂലത്തിനകത്ത് ദൈവിക ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. लेकिन परमेश्वर का जो अनुग्रह है हमारे अंदर है, हम उसको अगर बढ़ाते जाएगा तो परमेश्वर का हमें जो बल हमें देते रहेंगे। നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മളെ മറച്ചു വെച്ചിരിക്കുകയാണ്. हमारे कई सारे बातों को परमेश्वर छुपा के रखा हुआ है। നമ്മൾ ദൈവം മറച്ചു വെച്ചിരിക്കുന്നത് ഒരു ദിവസം പുറത്തു കൊണ്ടുവരും. परमेश्वर छुपा के रखा हुआ बातों को एक दिन प्रकट करने वाला है। നമ്മൾ പലപ്പോഴും പ്രവചനം കേൾക്കാൻ കാത്തിരിക്കുന്നവരാണ്. हम कई बार भविष्यवाणी सुनने के लिए इंतजार करते हैं। നമ്മൾ പ്രവചനം കേൾക്കാൻ കാത്തിരിക്കുന്നതുകൊണ്ട് പ്രവചിച്ചാൽ ആ പ്രവചനത്തിന്റെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും, പ്രാർത്ഥിക്കാൻ നമ്മൾ ബന്ധപ്പെടുന്നില്ല. प्रवचन हम सुनते हैं कि लेकिन हम उसके लिए इंतजार करके बैठा है वो प्राप्त करने के लिए, लेकिन उसी के लिए हम प्रार्थना नहीं करते हैं। ഞാൻ ആ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. मैं वो एक बात करके मैं इधर खत्म करने वाला है। ഞാൻ കൊട്ടാരക്കര കർത്താവിന്റെ വേല ചെയ്യുന്ന സമയത്ത് प्रभु के दास कोटारकरा में परमेश्वर का सेवकाई करने के समय 2003 എന്നെ അവിടെ അമ്പിപ്പൊയ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി കൂട്ടു ശുശ്രൂഷകന്മാർ. साथ जो सेवा करने वाले लोग है वहां पर एक जगह में 2003 में एक सेवकाई के लिए बुला के लेके गया। അപ്പോൾ ഞാൻ അവിടെ ചെന്ന് പരിസരങ്ങളൊക്കെ ഒന്ന് നോക്കി. वहां पर जाके प्रभु के दास वहां के वातावरण को देखा। അവിടുത്തെ പറമ്പുകളെല്ലാം പുൽത്തകിട് പിടിച്ച് കിടക്കുകയാണ്, കാട് പിടിച്ച് കിടക്കുക. वहाँ आजू बाजू की जो जमीन है पूरा जंगल बन के पड़ा हुआ है। അവരുടെ വീട് ഒരു അന്ന് 40 വർഷത്തിന് മുമ്പുള്ള ഐഡിയയിൽ പണിത ഒരു നല്ല വീടാണ്. जो 40 साल के पहले जो अच्छी तरह से बनाया हुआ एक घर थे। ആ വീടിന്റെ മേളത്തെ മേൽക്കൂട്ടിന്റെ തുളയടിച്ചിരിക്കുന്നതിന് തുളയ്ക്ക് മാറ്റമുണ്ട്. हमें वो घर के ऊपर जो लकड़ा का जो ज्वाइन करके रखा हुआ वो सब निकल गया हुआ है। ഞാൻ ഇതെല്ലാം കണ്ടിട്ട് പ്രസംഗിക്കാനായിട്ട് നിന്നപ്പോ ഞാനൊരു കാര്യം ചോദിച്ചു. ये सब कुछ देखकर मैं जब वचन प्रचार करने के लिए खड़ा था तभी मैंने एक सवाल पूछा, നിങ്ങൾ ഇവിടുത്തെ പഴയ വീട്ടുകാർ കാശുകാരായിരുന്നല്ലയോ എന്ന് ചോദിച്ചു. मैं पूछा यहाँ के तुम लोग पहले इसके समय का पैसा वाला थे कि നിങ്ങളുടെ ഈ വീട് അന്ന് 40 വർഷത്തിന് മുമ്പ് പണിതല്ലയോ എന്ന് ചോദിച്ചു. मैंने पूछा 40 साल के पहले बनाया हुआ एक घर है ना? ആ വീടിന്റെ വേറൊരു വീട് പൊളിച്ചു കൊണ്ടുവന്നത് പണിതല്ലയോ എന്ന് ചോദിച്ചു. मैंने उसको पूछा दूसरे के घर को आप तोड़ के लेके आके इधर बना के रखा है कि आप पूछा? നിങ്ങളുടെ മക്കൾ കൈകൊണ്ട് വേലയെടുക്കാത്തവരാണെന്ന് പറഞ്ഞു. हमें वो अपने हाथों से काम नहीं करने वाले थे।
ഇന്ന് നിങ്ങൾ വിഷക്കുപ്പി മേടിച്ച് പെരയ്ക്കകത്ത് വെച്ചിട്ടാണ് എന്നെ ഇവിടെ പ്രസംഗിക്കാൻ വിളിച്ചതെന്ന് പറഞ്ഞു. आज ये सब कुछ घर के अंदर रख के तुम मुझे भाषण देने के लिए बुलाया है। ഒയ്യോ, ഇവരെല്ലാം നിലത്ത് കിടന്ന് കരയാൻ തുടങ്ങി വീട്ടുകാര്. उन लोग घर वाले जमीन पर गिर के रोने लगे। അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം, मैं उनसे बोला हूँ एक बात ये थी, അവര് യാക്കോബായ പാരമ്പര്യക്കാരാണ്, കുടുംബക്കാരാണ്. उन लोग परिवार से जो याकोबा कलीसिया के थे। അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, मैं उनसे ये बातें कहा है, ഞാനിതൊന്നും പ്രവചനം കണ്ടു പറഞ്ഞതല്ല. मैं ये कुछ भविष्यवाणी सुन के बोला हुआ नहीं है। ഈ വീടിന്റെ ഭാഷണം കാണുമ്പോൾ അറിയാം 40 വർഷത്തിന് മുമ്പത്തെ ഭാഷണാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വീടെന്ന് പറഞ്ഞു. ये घर का जो फैशन देखेगा तो मालूम पड़ता है कि ये 40 साल पहले का जो फैशन है। അത് തന്നെയല്ല, വേറൊരു വീട് പൊളിച്ചു വെച്ചതാണെന്നുള്ളതിന്റെ തുളയടിക്കുമ്പോൾ തുളയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. क्योंकि दूसरे घर को तोड़ के लेकिया की बनाने के समय उसमें जो गड्ढा होता है उसमें बदलावट होती है। നിങ്ങൾ പഴയ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർക്ക് അതുപോലെ ഒരു വീട് പണിയാൻ ഒക്കത്തുള്ളൂ. तुम जो हमें पुराना लोहे करके बोलने के कारण नहीं है, पुराने लोगों की ही वैसा घर बना सकता है। നിങ്ങളുടെ മക്കളെ കൈകൊണ്ട് വേലയെടുക്കാത്തവരാണെന്ന് മനസ്സിലായത് പറമ്പ് മുഴുവൻ മുൾത്തകിട് പിടിച്ച് കിടക്കുക. तुम अपने हाथों से मेहनत नहीं करने वाला है करके बोलने के कारण तुम्हारे जो जमीन पूरा जंगल होके घास से भरा हुआ अवस्था में है। അത് തന്നെയല്ല, വിഷക്കുപ്പി മേടിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് പറയാൻ കാര്യം, യാക്കോബക്കാർ ഓർത്തഡോക്സുകാർക്ക് ഇച്ചിരിയുടെ ഭയമുണ്ട്. യാക്കോബക്കാര് പെന്തക്കോസ്തുകാരെ വീട്ടിൽ കയറ്റി പ്രാർത്ഥിപ്പിക്കത്തില്ല. क्योंकि इन लोग जो जर्बी हाथ में लेके बैठा हुआ करके बोलने के कारण ये याकोबा कलीसिया वाला बंदकोस लोगों को अपने घर पे नहीं बुला के प्रार्थना करता है। ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റ് കാര്യമായിരുന്നു. मैंने बोला हुआ सब कुछ सही बात था। ഇങ്ങനെ ലക്ഷണം കണ്ട് പ്രവചിക്കുന്ന പ്രവാചകന്മാർ ഇന്ന് കേരളത്തിലുണ്ട്. हमें आज ऐसा ही अवस्थाओं को देख के भविष्यवाणी करने वाला भविष्य वक्ता लोग केरला में है। ഒരു സഭയിൽ ഒരു പ്രവാചകനെ വിളിച്ചാൽ സഹോദരിമാരോടെ ദൂത് വരത്തുള്ളൂ. एक कलीसिया में कोई भविष्य वक्ता को बुलाएगा तो वो बहन लोगों को भविष्यवाणी बोलते हैं। സഹോദരന്മാരോട് പ്രവചനമില്ല. भाई लोगों को भविष्यवाणी नहीं है। അപ്പൊ ഈ സഹോദരിമാരോട് പ്രവചനം പറയാൻ ഒരു കാരണമുണ്ട്. ये बहन लोगों से भविष्यवाणी बोलने के लिए एक कारण है। ഇവരിങ്ങനെ വചനം പറഞ്ഞു വരുന്ന സമയത്ത് जो प्रभु के दास लोग वचन बोल के आने के समय സഹോദരിമാരുടെ മുഖത്ത് ഒരു കരച്ചിലിന്റെ മിഴാഞ്ചല് വരും. बहन लोगों के चेहरे में रोने का जैसे एक अवस्था आता है। അപ്പോൾ പ്രവാചകന് മനസ്സിലായി ഇവര് എന്റെ ശബ്ദത്തിൽ വീണിരിക്കുന്നു. हमें तभी भविष्य वक्ता को समझ में आता है ये मेरा शब्द में गिर गया है। ഭയങ്കര പ്രവചനമാണ്. फिर ऐसा उनका बारे में भविष्यवाणी बोलना शुरू होता है। വീട്ടിൽ വിളിച്ചോണ്ട് പോയി നല്ല തീറ്റയും ആഹാരവും കൊടുക്കും, കൈ നിറച്ച് കാശ് കിട്ടും. घर में बुला के लेके जाके पेट भर के खाना भी देता है, हाथ भर के पैसा भी देता है। ഞാന് ബോംബെയിലെ ഫേസ് 2 ഐ ടൈപ്പിൽ ഞാൻ താമസിക്കുകയായിരുന്നു. हमें मुंबई में फेस्टो में जो प्रभु के दास रहते थे, അവിടെ താമസിക്കുന്നവരെല്ലാവരും ഭയങ്കര ധനികന്മാരാണ്. उस एरिया में रहने वाले सब लोग बड़े अमीर लोग थे। ആ ബാങ്ക് മാനേജർമാരും ഫാക്ടറി ഉടമസ്ഥന്മാരുമായ വലിയ കാശുകാർ അവിടെ താമസിക്കുന്നത്. बैंक मैनेजर और फैक्ट्री चलाने वाला जो बड़े पैसा वाला वहां पर रहते थे। നാട്ടിൽ നിന്ന് ഒരു പ്രവാചകൻ വന്നു, ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി എന്റെ വീട്ടിൽ പ്രാർത്ഥിച്ചു. गांव से एक भविष्य वक्ता आया, मैं उसको अपने घर में लेके जाके प्रार्थना किया। ഞാന് അദ്ദേഹം എന്നോട് പറഞ്ഞു, അടുത്ത 2 മാസത്തിനകം ഈ സൊസൈറ്റി 4 കുടുംബത്തെ പാർസൽ കിട്ടുമെന്ന് പറഞ്ഞു. उसने बोला अगला 2 महीना के अंदर ये सोसाइटी के अंदर से 4 परिवार आपको मिलेंगे। പിന്നെ ഒത്തിരി പ്രവചനങ്ങൾ പറഞ്ഞു. फिर बहुत सारे भविष्यवाणियां बोला है। ഏതായാലും 2 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, ഒരൊറ്റ ഒരെണ്ണം പോലും വന്നില്ല. 2 महीना हो गया, 4 महीना हो गया, एक भी नहीं आया। ഞാൻ കുമ്പനാട് കൺവെൻഷൻ വന്നപ്പോൾ ഈ പ്രവാചകനെ കണ്ടു. कुंभनाट में कन्वेंशन में आने के समय भविष्य वक्ता को मैं देखा। ഞാൻ അദ്ദേഹത്തെ വിളിച്ചൊരു ഹോട്ടലിൽ കൊണ്ടുപോയി ചായ കുടിക്കാനായിട്ടിരുന്നു. उनको मैं बुला के एक होटल में चाय पीने के लिए लगी जाके बिठाया। അദ്ദേഹത്തോട് ഞാൻ ഒരു ഭാഷ അന്ന് പ്രവചിച്ചതേ ഉള്ളൂ, ഒന്നും മാറ്റം വന്നില്ലെന്ന് പറഞ്ഞു. मैंने बोला पास्टर उस दिन आप भविष्यवाणी किया लेकिन कुछ बदलावट नहीं हुआ करके बोला। ഇദ്ദേഹം എടുത്ത വായിൽ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അന്ന് എനിക്കറിയായിരുന്നു പാസ്റ്റർ വേറെ എങ്ങോട്ടെങ്കിലും മാറിക്കോ, അവിടെ വേല വിജയിക്കത്തില്ലെന്ന് പറഞ്ഞു. उसने बोला पास्टर मुझे मालूम था वहां पर कुछ होने वाला नहीं है, आप दूसरा कई जगह में जाओ।
എന്റെ കയ്യിലിരുന്ന ആ ചായയുടെ ഗ്ലാസ് ആ മേശയിൽ ഒറ്റ ഇടിച്ചിട്ട് ചായയുടെ പൈസയും കൊടുത്തേച്ച് ഞാൻ ഇറങ്ങിപ്പോയി. हमें मेरे हाथ में जो चाय था वो चाय की ग्लास जोर से उधर टेबल में मार के रखे, पैसा दे के मैं चले गए। ഞാൻ ബോംബെ ചെന്ന് എല്ലാ പാസ്റ്റർമാരോടും ഇദ്ദേഹത്തിന്റെ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. मैं मुंबई में जाके सारे पास लोगों का इनके बारे में बता दिया। അദ്ദേഹം ആദ്യം വന്നപ്പോൾ മടങ്ങി വന്ന് കേരളത്തിന് അംബാസഡർ കാർ മേടിച്ചു. अब उसने पहली बार मुंबई से जाके गांव में जाके अम्बासडर कार लिया। രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പാസ്റ്റർമാരോട് പറഞ്ഞു വെച്ചത് കൊണ്ട് വണ്ടിക്ക് ഒരൊറ്റ മനുഷ്യൻ പോലും അദ്ദേഹത്തെ വിളിച്ചില്ല. दोबारा जो मुंबई में आया तो मैंने उनके बारे में सब पास लोगों को बताया, इसलिए कोई भी पास लोग उनको बुलाए नहीं है, उनको गाड़ी का खर्चा भी नहीं दिया। ദൈവകൃപ തന്നാൽ ദൈവകൃപ ഉപയോഗിച്ചിരിക്കണം. हमें परमेश्वर के अनुग्रह अगर आपके पास है तो आप उसको इस्तेमाल करें। എന്റെ ശബ്ദം കേൾക്കുന്നവരെ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിയെങ്കിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ട്. मेरे सुनने वाले, परमेश्वर के नाम के लिए आप खड़ा हो गएगा तो समस्या आपके जीवन में आएंगे। നമ്മുടെ സകല പ്രശ്നങ്ങളും ദൈവം നമുക്ക് മറച്ചു വെക്കും. हमें कई सारे बातों को परमेश्वर छुपा के रखेंगे। നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് മറവായിരിക്കുന്നുണ്ട്. हमें हमारा कई सारे बातें जो परमेश्वर के सामने छुपा हुआ है, ദൈവത്തിന്റെ കരുണ നമുക്ക് വെളിപ്പെടാറാകുമ്പോൾ ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. परमेश्वर के हाथ जब प्रकट होने के समय कोई भी व्यक्ति उसको रोक नहीं सकेंगे। വന്ന് ഭവിക്കുന്നതെല്ലാം ദൈവഹിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. जो हमारे जीवन में आते हुए सब कुछ परमेश्वर का इच्छा है करके हमें समझना चाहिए। ഒരു തലവേദന വന്നാൽ അത് ദൈവത്തിന് ഉദ്ദേശമാണെന്ന് മനസ്സിലാക്കണം. अगर हमारे सिर दर्द हुआ है तो उसके पीछे परमेश्वर का कोई योजना है, हम समझना है। ഒരു നഷ്ടമുണ്ടായാൽ അതിന്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കണം. हमें अगर कोई नष्ट हुआ है तो उसके पीछे परमेश्वर का कोई योजना है करके अब समझना है। ഒരു ശത്രു കൊണ്ട് എഴുന്നേറ്റാൽ അത് ദൈവത്തിന് പുറകിൽ പ്രവർത്തിക്കാനുണ്ടെന്ന് മനസ്സിലാക്കണം. हमें शत्रु अगर काम करने शुरू किया तो उसके पीछे परमेश्वर का काम शुरू होने वाला है करके समझना है। ഞാൻ രാവിലെ തോറും ഒരു 16 മിനിറ്റ് പ്രസംഗിക്കുന്നുണ്ട് റാന്നി എന്നുള്ള ശബ്ദം എന്ന് പറഞ്ഞ്. मैं रानी का आवाज करके जो 16 मिनट में दूसरे एक भाषण देता हूँ। അത് ഒരു 17,000 പേരോളം അത് കേൾക്കാൻ രാവിലെ കാത്തിരിക്കുന്നവരുണ്ട്. 17,000 പേരോളം അത് കേൾക്കാൻ सुनने के लिए इंतजार करके बैठा हूँ। എന്നാൽ 17,000 എനിക്ക് लोग उसको सुनने के लिए इंतजार कर रहे हैं। എന്റെ ശബ്ദം വലിയ മൂർച്ചയുള്ളതായതുകൊണ്ട് പലരും എനിക്ക് ശത്രുവായി. मेरा शब्द थोड़ा कठिन होने के कारण कई लोग मेरा शत्रु बन गया है। എന്നാൽ ഇപ്പോൾ ജോർസി തോമസ് പറയുന്നത് ശരിയാണെന്ന് അംഗീകരിക്കുന്നവര് അടുത്തുകൊണ്ടിരിക്കുക എന്നോട്. हमें अभी जो जॉर्ज थॉमस पास्टर बोलता हुआ सही बात है करके बोलने वाला अभी मेरे पास आते रहता है। ഞാൻ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിക്കണം. मैं बोला हुआ हर एक बातों में आप ध्यान देना। ഞാനിപ്പോൾ പറഞ്ഞതും തോമസ് പാസ്റ്റർ പറഞ്ഞ വാക്കിനോട് ചേർന്ന് പറയുകയാണ്. मैं अभी बोला हुआ थॉमसन पास्टर ने जो बोला हुआ वचन के साथ मिलाकर मैं बोलता हूँ। ചില കിണറുകൾ അടഞ്ഞിരിക്കുന്നെങ്കിൽ ആ കിണർ തുറക്കാനുള്ള സമയമാണ്. हमें कुछ कुआं है अगर बंद पड़ा हुआ है तो वो खोलने के समय आ चुके हैं। ചില നന്മകളുടെ വഴികൾ തുറക്കാനുള്ള സമയമാണ്. हमें कुछ भलाइयां खोल के आने का समय है। ചില അനുഗ്രഹങ്ങളുടെ വഴി തുറക്കാനുള്ള സമയമാണ്. അനുഗ്രഹങ്ങളുടെ വഴി തുറക്കാനുള്ള സമയമാണ്. कुछ आशीषों को खोल के आने का समय है। എന്നാൽ കർത്താവായ യേശുവാണെന്ന് ആരെയും അറിയിക്കാതെ ജനരെ അറിയിച്ചു എങ്കിൽ ഈ നന്മയുടെയോ അനുഗ്രഹത്തിന്റെ വഴികൾ പ്രവാചകന് വെളിപ്പെടാതിരിക്കുന്നത് നമ്മിൽ വെളിപ്പെടുത്തി ദൈവത്തൊരു വലിയ കാര്യം നമ്മളിൽ കൂടെ ചെയ്യിക്കാനാണ്.